ഓം ശ്രീ ഭദ്രകാളി അമ്മേ നമഃ. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളെപ്പറ്റിയാണ്. വ്യാഴമാറ്റം 2024 മെയ് മാസം 1 മുതലാണ്. ഒരു വർഷക്കാലത്തേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിയിലെ സഞ്ചാരം 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലാണ് സംഭവിക്കുന്നത്. വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. എപ്പോഴൊക്കെയാണോ വ്യാഴം നല്ല ഗുണഫലങ്ങൾ നൽകുന്ന ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം, അത് ചില രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിലെ സർവ്വശ്രേഷ്ഠമായ കാലഘട്ടങ്ങളിൽ ഒന്നാകും. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് വ്യാഴമാറ്റം എന്ന് പറയുന്നത്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ തന്നെ ഗുരുവാണ്, അറിവാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ധനകാരകനാണ്, ധനത്തിനെ കുറിക്കുന്ന ഗ്രഹമാണ്. അത്രമേൽ ഐശ്വര്യം നൽകുന്ന ഗ്രഹം, മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ഈ ഒരു വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ സഞ്ചാരവും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമൊക്കെ ഓരോ രാശിക്കാർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് നൽകുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിച്ചാൽ തന്നെ കോടി ദോഷനിവൃത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിക്ക് തന്നെ അത്ര പ്രാധാന്യമുള്ളപ്പോൾ വ്യാഴം ഏറ്റവും നല്ല രാശികളിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം 12 രാശികളിൽപ്പെട്ട 7 രാശിക്കാരെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമാണ്. ഇവിടെ പറയുന്ന 7 രാശികളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ആ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജനന ജാതകപ്രകാരം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലഘട്ടം ഒരു ശുഭഗ്രഹത്തിൻ്റെ ആണോ പാപഗ്രഹത്തിൻ്റെ ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ആ ജാതകത്തിൽ നടക്കുന്ന ദശയ്ക്കും ആ ദശാനാഥൻ്റെ ബലത്തിനും ബലഹീനതയ്ക്കുമൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയും. പൊതുവെ ഈ ഒരു വ്യാഴമാറ്റം 7 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രാശി മാറി വരുന്ന കാലഘട്ടം പൊതുവെ ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച അനുഭവത്തിൽ വരുന്ന സമയം. ആദ്യം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന മെയ് മാസം 1 മുതൽ സംഭവിക്കുന്ന ആ ഒരു വ്യാഴമാറ്റം എന്ന് പറയുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഭാഗ്യാധിപതിയായ ഒരു ഗ്രഹമാണ്. നിങ്ങൾക്ക് വ്യാഴം വരുന്നത് 2ാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ്. പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ച് ആദ്യം അനുഭവത്തിൽ വരുന്ന ഒരു ഫലമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ സ്വന്തമായി ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരവരുടെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു നല്ല ഉയർച്ച, നല്ലൊരു ധനവരവ്, ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ അവരവരുടെ കർമ്മം കൊണ്ട് അനുഭവത്തിൽ വരുന്ന കാലഘട്ടം. ജീവിതത്തിൽ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും അധികം ഈശ്വരാധീനം, ഭാഗ്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. പൊതുവെ മേടം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു കാലഘട്ടം, ഈ ഒരു വർഷക്കാലം ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് എത്തിച്ചേരാനുള്ള ഒരു കാലഘട്ടം, ഒരു സമയമാണ്. അതിനൊക്കെ ഒരു എക്സാം എഴുതുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ്, പ്രയത്നിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ തേടി വരുന്ന കാലഘട്ടം. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു നല്ലൊരു ജോലി ഉയർച്ച, പദവി മാറ്റം, ഇടം മാറ്റം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടം. വിദേശ ജോലി ഭാഗ്യം, അങ്ങനെ ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം. വിവാഹം, ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം, സുഖം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു നല്ല കാലഘട്ടം, നല്ല സമയം. നിങ്ങളുടെ വാക്കിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും ഒക്കെ ഒരു നല്ലൊരു വില ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ലഭിക്കും എന്നുള്ളതാണ്.
ഒരു മംഗല്യത്തിന്, ഒരു വിവാഹത്തിനൊക്കെ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ളൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ വണ്ടി വാഹന യോഗങ്ങൾ, സ്വന്തമായി ഭൂമി, ഗൃഹം, ഇതിനുള്ള യോഗമൊക്കെയുള്ള കാലഘട്ടം. അതുപോലെ തന്നെ പകുതി വഴിയിൽ മുടങ്ങിക്കിടന്നിരുന്ന ഭവന നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന കാലഘട്ടം. സ്വന്തമായിട്ട് ഭൂമി വാങ്ങാനുള്ള യോഗമൊക്കെ നിങ്ങൾ മേടം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നു. ഇത്രയും ശുഭനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഒരു രാശി സഞ്ചാര കാലഘട്ടം മേടം രാശിക്കാരായ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗ ഫലങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശുഭച്ചിലവുകൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമായിരിക്കും. ശുഭച്ചിലവുകൾ എന്ന് പറയുന്നത് ഒരു വണ്ടി വാഹനം വാങ്ങുന്നത്, ഒരു ഗൃഹം നിർമ്മിക്കുന്നത്, ഒരു വിവാഹം നടത്തുന്നതൊക്കെ ശുഭച്ചിലവുകളിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ വിദേശ ജോലിക്കുള്ള ആ ഒരു പണം ചിലവഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മംഗളകരമായിട്ടുള്ള ശുഭച്ചിലവുകൾ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശത്ത് പോയിട്ട് പഠിക്കുവാനുള്ള ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച്. ഈ സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരവരുടെ സ്വന്തം ജനന ജാതകം ഈ സമയത്ത് തീർച്ചയായിട്ടും പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മനസ്സിലാക്കിയാൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജനന ജാതകത്തിലുണ്ടെങ്കിൽ കൂടെ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്താൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഈ ഒരു വ്യാഴമാറ്റം ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും രാജയോഗ ഫലങ്ങളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ശ്രീ ഭദ്രകാളിയമ്മേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് 2024 മെയ് 1 മുതൽ ആരംഭിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സർവശ്രേഷ്ഠമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. 11 എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ്. ഉപജയസ്ഥാനങ്ങളിലെ തന്നെ സർവശ്രേഷ്ഠമായ സ്ഥാനം. 11ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഫലം സർവാഭീഷ്ടമാണ്. കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമശനിയുടെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന, ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ്, സംശയമില്ല. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമശനി കാലഘട്ടമാണെങ്കിൽ കൂടി വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം ആ ശനി ദോഷം പോലും മറയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറും. ഒരു ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും മെയ് മാസം 1 മുതൽ പരിശ്രമിച്ചാൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടം. അതുപോലെ വിദേശ ജോലി ഭാഗ്യത്തിന് ഏറ്റവും നല്ല സമയം. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് മെയ് 1 മുതൽ ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്നതാണ് ഒരു സ്ഥിരത എന്ന് പറയുന്നത്. ഒരു കാര്യങ്ങളിലും ഒരു സ്ഥിരതയില്ല. ഒരു ജോലിയാണെങ്കിലും ഒന്നിൽ കൂടുതൽ ജോലികളൊക്കെ മാറി മാറി ചെയ്യേണ്ട സാഹചര്യവും അതുപോലെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ മനസ്സിന് നല്ലൊരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ് മുന്നോട്ട് ആരംഭിക്കാനിരിക്കുന്നത്. മനസ്സിന് നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം വന്നു ചേരും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചെറിയ പരിശ്രമം നടത്തുമ്പോൾ പോലും അതിൽ 100% വിജയം, ഫലം ലഭിക്കുകയും ചെയ്യുന്നത് മൂലം മനസ്സിന് നല്ല സന്തോഷം, ഒരു സുഖം, തൃപ്തി, ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാകും. എല്ലാ രീതിയിലും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഈശ്വരാധീനമുള്ള സമയം. തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു സമയവും കൂടെയാണ്. അതുപോലെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് കർക്കിടകം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ആ വിവാഹ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. പലരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, പരിശ്രമങ്ങളൊക്കെയാണ്. പലർക്കും അവസാന നിമിഷം വിവാഹം മാറിപ്പോയ അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നങ്ങളും തടസ്സങ്ങളും വിട്ടുമാറി വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം, ഒരു മംഗല്യത്തിന്, വിവാഹത്തിന് ആദ്യം വേണ്ടത് വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ്.
നല്ല മംഗല്യഭാഗ്യം, നല്ല ദാമ്പത്യ കുടുംബ ജീവിതം ലഭിക്കുന്ന സമയം. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അഷ്ടമശനിയുടേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിട്ടുമാറി പരിഹരിക്കപ്പെടുന്ന ഒരു സമയവും കൂടെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരവരുടെ പൂർവിക വഴി ലഭിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സ്വത്ത് വകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. പലതരത്തിലുള്ള കേസുകൾ, വഴക്കുകൾ, ഭൂമി സംബന്ധമായിട്ട് കേസ് വഴക്കുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായി വന്നു ചേരും. ഭൂമി വാങ്ങുവാനും അതുപോലെ ഭൂമി വിറ്റ് അവരവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തുവാനും ഒക്കെയുള്ള ആ ഒരു സമയവും കാലവുമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. പൊതുവെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യത്തിനുള്ള സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താനത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ വരുന്ന ഒരു നല്ല സമയം നിങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ അപ്രതീക്ഷിതമായൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണ യോഗമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ വ്യാഴമാറ്റം നൽകും. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ ഗുരുവാണ്. ഈ ഒരു വ്യാഴമാറ്റത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന രാശിക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാശിക്കാരാണ് നിങ്ങൾ കർക്കിടകം രാശിക്കാർ. കാരണം വ്യാഴം 11 സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറും, കടബാധ്യതകൾ വിട്ടൊഴിയുന്ന സമയവും ഒക്കെയാണ്. നിങ്ങൾക്കൊരു സമ്പാദ്യം, ഒരു സേവിങ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ജീവിതത്തിലൊരു നീക്കിയിരിപ്പിനുള്ള ഒരു സമയവും കാലവുമാണ്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ കുട്ടികൾ അവരവരുടെ സന്താനങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്ന സമയം, കുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതത്തിലെ ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ അവരവരുടെ കുട്ടികളിൽ നിന്ന് ഒരുപാട് നന്മകൾ, സുഖം, സന്തോഷം അനുഭവിക്കാൻ യോഗമുള്ള ഒരു കാലവുമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നിങ്ങൾക്ക് നടക്കുന്ന ദശാകാലവും മറ്റും മനസ്സിലാക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ്. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. പൊതുവേ പലരും പറയുന്നു വ്യാഴം 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന്. അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം മൂലത്രികോണ ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭഗ്രഹമാണ്. അങ്ങനെയുള്ള ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ കർമ്മത്തിൽ അവരുടെ ജോലി, തൊഴിൽ, കർമ്മ മേഖലകളിൽ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു സമയം, ഒരു കാലം. നിങ്ങളെ സംബന്ധിച്ച് ജോലിയിൽ നേരിട്ടിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ കുറയുക, ജോലിയിലൊരു ഉയർച്ച, നല്ല ആഗ്രഹിച്ച തരത്തിലേക്കുള്ള ഒരു പദവി മാറ്റം, സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ അത് ലഭിക്കുന്ന സമയം. ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിയിൽപ്പെട്ട പലരും ഒരു സർക്കാർ സർവീസിലേക്ക് ജോലിക്ക് കയറുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് ഇത് മാറും. അത്രമേൽ വ്യാഴം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നൽകുന്ന ഒരു ഗ്രഹമാണ്. പ്രധാനമായിട്ടും ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് പോലും ശ്രമിച്ചാൽ ഒരു നല്ല ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. കർമ്മസംബന്ധമായ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വിസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ജോലിയില്ലാതെ ഒരു മുറിയിൽ ഒരുപാട് നാളുകളായി ഇരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി, തൊഴിൽ മേഖലകൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകും. സ്വന്തമായി ഒരു തൊഴിൽ, ഒരു ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ച് അതിലുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ, നല്ല ഉയർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല സമയമാണ്. പ്രധാനമായിട്ടും ഈശ്വരാനുഗ്രഹം വളരെയധികം ഉള്ള സമയം. പൂർവികരിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള ഭൂമി, അതുപോലെ മറ്റെന്തെങ്കിലും സ്വത്തുവകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്.
അതുപോലെ അവരവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കുട്ടികളുടെ ഒരു ഉയർ പഠനത്തിനായിട്ട് അല്ലെങ്കിൽ വിദേശ പഠനത്തിനായിട്ട്, അതുപോലെ അവരുടെ വിവാഹം നടത്തുന്നതിനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു സമയമാണ്. വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സുഖം, ഒരു തൃപ്തി ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ച് നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് കണ്ടകശനി നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ആ ശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കുറയുന്ന സമയം. കാരണം വ്യാഴം നിങ്ങൾക്ക് അഷ്ടമാധിപതിയായ ഗ്രഹമാണ്. അഷ്ടമമെന്ന് പറയുന്നത് ദോഷഫലങ്ങൾ മാത്രം നൽകുന്ന ഒന്നല്ല, ശുഭമായിട്ടുള്ള ഫലങ്ങൾ കൂടെ നൽകുന്നതാണ് അഷ്ടമം എന്ന ഭാവം. അപ്പോൾ അഷ്ടമത്തിൻ്റെ ആയുസ്സിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം മൂലത്രികോണ ഭാവത്തിൻ്റെ അധിപതി 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സർവശ്രേഷ്ഠമായ കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിട്ടുമാറുക. ശരീരത്തിന് നല്ലൊരു ആരോഗ്യം, നിങ്ങളുടെ ആയുസ്സിന് ദൈർഘ്യം ഒക്കെ ലഭിക്കും. അതുപോലെ അപ്രതീക്ഷിതമായിട്ടൊരു ധനവരവ് വന്നു ചേരുന്ന ഒരു സമയം. മറഞ്ഞിരിക്കുന്ന പല ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ചിങ്ങരാശിയിൽപ്പെട്ട പല വ്യക്തികളും ഈ ഒരു 2024 മെയ് 1 ആരംഭിക്കുന്ന ആ വ്യാഴമാറ്റം ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ സ്വന്തമായൊരു ഭൂമി, ഒരു ഗൃഹം വേണമെന്ന ആഗ്രഹം, അതിയായ ആഗ്രഹമുള്ളവർക്ക് സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനുമൊക്കെ ഏറ്റവും യോഗമുള്ള സമയമാണ്. വണ്ടി വാഹന യോഗങ്ങൾക്കുള്ള ഒരു നല്ല സമയവും കാലഘട്ടവുമാണ്. പ്രധാനമായിട്ടും ഒരു സന്താന ഭാഗ്യത്തിന് ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പുത്രകാരകൻ കൂടിയായതുകൊണ്ട് ഒരു സന്താന ഭാഗ്യത്തിനുള്ള ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അതിനുള്ള ചികിത്സകളൊക്കെ നടത്തി വരുന്നവർക്ക് ആ ഒരു ഫലം വന്നു ചേരും. അതുപോലെ ആയുസ്, ആരോഗ്യം ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതും ഒരുപാട് നന്മകൾ, അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നല്ല വഴിത്തിരിവുകൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ്. നല്ല അനുയോജ്യരായ ജീവിത പങ്കാളി വന്നു ചേരുന്ന സമയം. പലതരത്തിലുള്ള തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക, നിങ്ങളുടെ ശത്രുക്കളൊക്കെ നിഷ്ഭ്രമരാകുക, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകത്തിൽ വ്യാഴം നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ, അതുപോലെ ഇപ്പോൾ ജാതകവശാൽ നൽകുന്ന ദശാകാലങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരമൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളും അനുഭവത്തിൽ വരും. സ്വന്തം ജനന ജാതകത്തിന് മാത്രമേ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. വ്യാഴം ഏറ്റവും നല്ല രീതിയിൽ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ആ കുടുംബ ദാമ്പത്യ ജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. പൊതുവെ ഈശ്വരാനുഗ്രഹം വളരെയുള്ള സമയം. കർമ്മസംബന്ധമായിട്ടൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു വ്യാഴമാറ്റം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ശ്രീ ഭദ്രകാളിയമ്മേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് 2024 മെയ് 1 മുതൽ ആരംഭിക്കുന്നത്. വ്യാഴം 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. ഈ ഒരു വ്യാഴമാറ്റത്തിന് ഒരുപാട് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കന്നിരാശിക്കാർക്ക് ഏറ്റവും ശുഭനായിട്ടുള്ള ശുക്രൻ്റെ രാശിയിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത്, ഇടവത്തിലേക്ക്. പൊതുവെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ഭാഗ്യാധിപതിയും കുടുംബം, വാക്ക്, ധനസ്ഥാനത്തിൻ്റെയും ഒക്കെ അധിപതിയാണ്. അങ്ങനെയുള്ള ശുക്രൻ്റെ രാശിയിലേക്ക് വ്യാഴം ഇടവത്തിലേക്ക് രാശി മാറി വരുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഇടവമെന്ന് പറയുന്നത് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കന്നിരാശിക്കാർക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു സമയം, ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കന്നിരാശിക്കാരായ വ്യക്തികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം, അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ അനുഭവിച്ചവരുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് വണ്ടി വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ, അതുപോലെ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചവർ, സ്വന്തം ബന്ധങ്ങളോ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു കബളിപ്പിക്കപ്പെടുക, ഒരു ചതി, വഞ്ചനയ്ക്കൊക്കെ പാത്രമാകേണ്ടി വരിക. അതുപോലെ മാനസികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന കാലഘട്ടം. അത് സാമ്പത്തികപരമായിട്ടും കർമ്മ മേഖല, ജോലി, തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം ഭാഗ്യത്തിൻ്റെ, സർവ്വ ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണ്.
പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സന്തോഷം, തൃപ്തി വന്നു ചേരും. അതുപോലെ തന്നെ കടബാധ്യതകൾ നിങ്ങളെ വിട്ടുമാറും എന്നുള്ളതാണ്. ആ കടബാധ്യതകൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി, ഒരു ഈശ്വര അനുഗ്രഹം വന്നു ചേരും. ഒരു ജോലി ഇല്ലാത്ത വ്യക്തികൾക്കും നല്ലൊരു കർമ്മം, നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള ശത്രുത, എതിർപ്പ്, തടസ്സമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ആ കർമ്മ മേഖലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ആഗ്രഹിച്ച പോലൊരു നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുക, വിദേശ ജോലി ഭാഗ്യം, നല്ലൊരു പദവി സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുക, ആഗ്രഹിച്ച ഇടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുക, ഇതൊക്കെ വന്നു ചേരുന്ന നല്ലൊരു കാലഘട്ടം, ഭാഗ്യത്തിൻ്റെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ സമയമാണ്. കുടുംബത്തിലേക്ക് ഒരു മംഗളകാര്യങ്ങൾ, നല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ നടക്കുക. അതുപോലെ കന്യരാശിക്കാരായ വ്യക്തികൾ നേരിട്ടിരുന്ന വിവാഹത്തിലുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി ആ നല്ലൊരു അനുയോജ്യമായിട്ടുള്ള വിവാഹങ്ങളൊക്കെ വന്നു ചേരുക. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്യരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലഘട്ടം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, സർജറി, ഇതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയം. ഒരു ശരീരത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കും. മനസ്സിനൊരു സന്തോഷം വന്നു ചേരും. ഒരു സ്നേഹബന്ധത്തിലൊക്കെയുള്ള കന്യരാശിക്കാരെ സംബന്ധിച്ച് അതൊക്കെ വിവാഹത്തിൽ എത്തിച്ചേരുന്ന ഒരു നല്ല സമയമാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കുന്ന സമയം. കന്യരാശിയിൽപ്പെട്ട പലർക്കും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുക, സ്വന്തമായൊരു ഭൂമി, വീടെന്നുള്ള ആഗ്രഹം സാധിക്കുക, ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, ഗൃഹപ്രവേശം നടത്തുക എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രധാനമായിട്ടും ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നല്ല ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ വാക്കിനൊക്കെ ഒരു നല്ലൊരു വില ലഭിക്കുന്ന കാലഘട്ടം. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്കൊരു നല്ല വില ലഭിക്കുന്ന സമയമാണ്. മനസ്സിനൊരു സന്തോഷം, സമാധാനം, സുഖം, തൃപ്തി, ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങളുടെ സമയം. പൊതുവേ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഒരു ഉന്നതിയാണ് നിങ്ങൾ കന്യരാശിക്കാരെ കാത്തിരിക്കുന്നത്. അത് അവരവരുടെ കർമ്മ മേഖല കൊണ്ടോ മറ്റ് പല മാർഗ്ഗങ്ങളിൽ കൂടെ നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും, ഒരു ഭാഗ്യാനുഭവം. ഏതായാലും നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം കന്യരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ വ്യാഴം ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ ജാതകത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശാകാലങ്ങളൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹാരമൊക്കെ ചെയ്താൽ കന്യരാശിക്കാരെ സംബന്ധിച്ച് ഇത് ജീവിതത്തിലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു കാലഘട്ടമായി മാറും. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം, ആരോഗ്യം, ദാമ്പത്യ കുടുംബജീവിതം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം, ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല കാലഘട്ടം, നല്ല മംഗല്യഭാഗ്യം ഒക്കെ ലഭിക്കുന്നതാണ്. ശാരീരികപരമായിട്ടുള്ള ഒരു ആരോഗ്യം, മനസ്സിനൊരു സന്തോഷം ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയമാണ് കന്യരാശിക്കാരെ സംബന്ധിച്ച്. ഈ സമയം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്യരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഈ വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ശ്രീ ഭദ്രകാളിയമ്മേ നമഃ. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖമനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് കേന്ദ്രഭാവമായ സമസപ്തമ സ്ഥാനത്തേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും അധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വന്നിരുന്ന ഒരു രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. പ്രധാനമായിട്ടും പലർക്കും പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ വളരെയേറെ അനുഭവിച്ചിരുന്നവരാണ്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നു ഫലം. പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള അപകടങ്ങൾ, ആശുപത്രിവാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിരുന്നവരുണ്ട്, സർജറികൾ അനുഭവത്തിൽ വന്നിട്ടുള്ളവരുണ്ട്. അനാവശ്യമായിട്ടുള്ള ശത്രുത, അത് ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും സ്വന്തം ബന്ധങ്ങളുടെയും സഹോദരങ്ങളുടെ ഇടയിൽ പോലും പലതരത്തിലുള്ള ശത്രുതകളും അനാവശ്യമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ടവർ. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, കേസ് വഴക്കുകൾ ഒക്കെ അനുഭവിച്ചവരാണ്. സ്വന്തമായിട്ടുള്ള ഭൂമി അത് വിറ്റ് അവരുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും നിറവേറ്റാൻ ഇറങ്ങിത്തിരിച്ചിട്ടും ഭൂമി സംബന്ധമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരുപാട് തരത്തിലുള്ള ശത്രുതകൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാശിക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് വൃശ്ചികം രാശിക്കാർ.
അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 7ാം ഭാവമായ സമസപ്തമ ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ ഒരു പരിഹാരം ലഭിക്കുകയാണ്. പ്രധാനമായിട്ടും എത്ര വലിയ കടബാധ്യതകൾ ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഏത് ജോലി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് വിട്ടുമാറി ജീവിതത്തിലൊരു സുഖം, സന്തോഷം, സമാധാനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് വിട്ടുമാറി കുടുംബത്തിലൊരു സ്വസ്ഥത, സുഖം, സമാധാനം, തൃപ്തി ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ആരോഗ്യം ഒക്കെ വീണ്ടും കിട്ടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല സമയം. നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും മറ്റിടങ്ങളിൽ നേരിട്ടിരുന്ന ശത്രുതകൾ, അതുപോലെ അനാവശ്യമുള്ള എതിർപ്പുകൾ ഒക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി വന്നു ചേരുകയും ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ നടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടവുമായിട്ട് മാറും. 7ാം ഭാവം സമസപ്തമ ഭാവവും അതുപോലെ കളത്ര ഭാവവും ഒക്കെ ആയതുകൊണ്ട് വൃശ്ചികം രാശിയിൽപ്പെട്ട ആരൊക്കെയാണോ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അത്രമേൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത്, അവരുടെയൊക്കെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരസ്പരം സംസാരിച്ച് പരിഹരിക്കപ്പെട്ട് ആ ദാമ്പത്യ കുടുംബജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോകുന്ന സമയം. അതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹവും ദൃഷ്ടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ദാമ്പത്യ കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം. അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ പറ്റും. നിങ്ങൾ ഒരു വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ ആ ജോലി ലഭിക്കും. അതുപോലെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും. പലരെയും സംബന്ധിച്ച് വണ്ടി വാഹന യോഗങ്ങൾ, സ്വന്തമായി ഭൂമി വാങ്ങാൻ, ഗൃഹനിർമ്മാണം ആരംഭിക്കാനുള്ള ഒരു നല്ല കാലഘട്ടം, നല്ല സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ വിദേശത്ത് ഒരു ജോലിക്കാണെങ്കിലും അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു നല്ല കാലഘട്ടമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമി, സ്വത്ത് വകകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നു ചേരും. അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്ക് നല്ല വിവാഹം നടക്കുന്ന ഒരു വർഷമാണ് മുന്നോട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വിദേശ പഠനത്തിനും ഉയർ പഠനത്തിനും ഒക്കെ കുട്ടികളെ അയച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വന്നു ചേരുക, ആ വിസ സംബന്ധമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു നല്ല സമയം, നല്ല കാലമാണ്. അതുപോലെ അവരവരുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലുള്ള പല നന്മകൾ, സുഖാനുഭവങ്ങൾ ലഭിക്കുക, ഒരുപാട് നാളുകളായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ആ കുട്ടികളെ കാണാനായിട്ടുള്ള ഒരവസരം, നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാം, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയവും കാലവും ഒക്കെയാണ്. ഒരുപാട് ഈശ്വരാനുഗ്രഹമാണ് വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടിയിരുന്ന ആ കാർമേഘം, ആ ഇരുട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം, സൂര്യപ്രകാശം വീഴുന്ന ഒരു സമയമാണ്. കുടുംബത്തിലൊക്കെ സന്തോഷം, സുഖം വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ വാക്കിന് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു വില ലഭിക്കുന്ന കാലഘട്ടം. വ്യാഴം എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരുവിന് ലഭിക്കുന്ന ഒരു വില നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വ്യാഴം ധനകാരകനാണ്. നിങ്ങൾക്ക് ധനസ്ഥാനത്തിൻ്റെ അധിപതി കൂടിയാണ് വ്യാഴം. അങ്ങനെയുള്ള വ്യാഴം കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ധനപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക. ഒരുപാട് സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. പലർക്കും പലതരത്തിലായിരിക്കുമെന്ന് മാത്രം. ചിലർക്ക് ചെയ്യുന്ന ജോലി, നല്ലൊരു ജോലി ലഭിച്ച് അതുമൂലമായിരിക്കും. ചിലരെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട സ്വത്ത് വകകൾ വന്നു ചേരുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗങ്ങളിൽ കൂടെയൊക്കെ ഭാഗ്യം വന്നു ചേരുന്ന, അതുമൂലം ധനം വന്നു ചേരുന്ന ഒരു സമയവും കാലവുമാണ്. കുടുംബത്തിൽ മംഗള കാര്യങ്ങളൊക്കെ, ഗൃഹപ്രവേശം, മംഗല്യം, ഇതൊക്കെ നടക്കുന്ന നല്ല ഒരു സമയമാണ്. ഒരുപാട് ഈശ്വരാനുഗ്രഹം വരും. സന്താന ഭാഗ്യത്തിനുള്ള ഒരു കാലഘട്ടം, നല്ല വിവാഹം ഒക്കെ ലഭിക്കുന്ന സമയം. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങൾ കൂടി ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങൾ വൃശ്ചികം രാശിക്കാർ ഓരോരുത്തരും
അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് വ്യാഴം നിങ്ങൾക്ക് ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നറിയുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടക്കുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കുക. ആ ദശാകാലം സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഏതായാലും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ഉത്തമമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണ് 2024 മെയ് 1 മുതൽ ആരംഭിക്കുന്നത്. ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനമായ 5-ാം ഭാവത്തിലേക്ക് വരുന്ന കാലഘട്ടമാണ്. വ്യാഴമെന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനാണ്. ബൃഹസ്പതി മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹം. പൂർവ്വപുണ്യമെന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മകരം രാശിക്കാർക്ക് ഏറ്റവും അധികം ഈശ്വരാധീനമുള്ള സമയം കാലം എന്ന് തന്നെ പറയാം. ഇപ്പോൾ 7.5 ശനിയുടെ അവസാന ഘട്ടം പാദശനി നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് മകരം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഈശ്വരാനുഗ്രഹം നൽകുന്ന സമയം. പ്രധാനമായും എടുത്തു പറയേണ്ട നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറുക. മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്താൻ സാധിക്കുക. പലരെയും സംബന്ധിച്ച് അവരവരുടെ ജോലി, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് പോലും നല്ലൊരു തൊഴിൽ ലഭിക്കുന്നൊരു സമയം. അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട്. വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ അത് ലഭിക്കും. ചെയ്യുന്ന കർമ്മം ഏതാണോ അതിൽ നേരിട്ടിരുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ്. എടുത്തു പറയേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശുഭ ചിലവുകൾ വന്നു ചേരുന്ന കാലഘട്ടമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. പലരെയും സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം, ഈ ഒരു വർഷത്തിനുള്ളിൽ സ്വന്തമായൊരു ഭൂമി വാങ്ങാൻ, ഗൃഹം നിർമ്മിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ആ ഗൃഹനിർമ്മാണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുനരാരംഭിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ഭവനം പുതുക്കി പണിയാൻ പറ്റുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച്. അതുപോലെ വിദേശ ജോലിക്കുള്ള ഒരു ഭാഗ്യം, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ശുഭച്ചിലവുകൾ ധാരാളം വരും. ഈ ഒരു വർഷക്കാലം കുടുംബത്തിലെ മംഗളകരമായ കാര്യങ്ങൾ, അതായത് വിവാഹം, അതുപോലെ ഗൃഹപ്രവേശം, ഇതൊക്കെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശുഭച്ചിലവുകൾക്കൊക്കെ സാധ്യതയുള്ള ഒരു നല്ല കാലഘട്ടം. പ്രധാനമായിട്ടും മകരം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് പുണ്യക്ഷേത്ര ദർശനം ലഭിക്കുന്ന സമയം. ആഗ്രഹിച്ചതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുവാനുള്ള, ആരാധനാലയങ്ങളിൽ പോകുവാനുള്ള ഒരു നല്ല ഒരു സമയവും ഒരു കാലവുമാണ്. യാത്രകൾ ധാരാളം അനുഭവത്തിൽ വരുന്നൊരു വർഷമാകും നിങ്ങളെ സംബന്ധിച്ച്. ആ യാത്രകൾ മൂലം ഒരുപാട് നേട്ടങ്ങളും അനുഭവത്തിൽ വരും. പൂർവികമായിട്ട് എന്തെങ്കിലും സ്വത്ത്, ഭൂമി സംബന്ധമായിട്ടൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും കേസ് വഴക്കുകളിലോ മറ്റ് പ്രശ്നങ്ങളിലോ ഒക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഈ വർഷം അതൊക്കെ അനുകൂലമാവുക. തീരെ പ്രതീക്ഷിക്കാതെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട സ്വത്ത് വകകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം, ഒരു കാലഘട്ടം. അതുപോലെ സ്വന്തമായി നിങ്ങൾക്ക് അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ആഗ്രഹിച്ചതുപോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരുടെ വിവാഹം നടത്താൻ സാധിക്കുക, അവരുടെ ജീവിതത്തിലെ പല ഉയർച്ചകളും കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സമയം. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് അനുഭവിക്കാനുള്ള യോഗം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സന്താനങ്ങളിൽ നിന്ന് ഒരുപാട് നന്മകൾ വന്നു ചേരുക. ഇതൊക്കെ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം. മകരം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർ ആരാണോ ഒരുപാട് കാലങ്ങളായിട്ട് ഒരു സന്താനത്തിനൊരു കുഞ്ഞിന് വേണ്ടി ചികിത്സകളും മറ്റുമൊക്കെ നടത്തി വരുന്നത്, ആ ചികിത്സകൾക്കൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുന്ന ഏറ്റവും നല്ല സമയമാണ്. സന്താന ഭാഗ്യത്തിനുള്ള ഒരു സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് 2024 മെയ് 1 മുതൽ ആരംഭിക്കുന്നത്. അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട് മകരം രാശിക്കാർക്ക്. പൊതുവെ അവരവരുടെ ജോലിയിൽ, ആരോഗ്യകാര്യങ്ങളിൽ, സന്താനഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ, ആ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല മംഗളകരമായിട്ട് മുന്നോട്ട് പോവുക. മനസ്സിന് സന്തോഷം, സമാധാനം ലഭിക്കുക. ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് 7.5 ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ പോലും
ഇത്രയും നല്ല രീതിയിലുള്ളൊരു വ്യാഴമാറ്റം വരുമ്പോൾ നിങ്ങൾക്കത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് വ്യാഴം വരുന്നത് മേടത്തിൽ നിന്ന് ഇടവം രാശിയിലേക്കാണ്. ഇടവം എന്ന് പറയുന്നത് മകരം രാശിക്കാർക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ്റെ രാശിയിലാണ്. ആ ശുക്രൻ്റെ രാശിയിലേക്കാണ് വ്യാഴം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് ലഭിക്കേണ്ടത് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെയുള്ള എല്ലാ വിഷമങ്ങളും മാറി ഒരുപാട് നന്മകൾ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം, അതുപോലെ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ സന്താനങ്ങൾക്കും നന്മയുണ്ടാകുന്ന കാലഘട്ടം. അതുപോലെ 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തിന് നല്ല ഒരു മാറ്റം ലഭിക്കുന്ന സമയം. അപ്പോൾ ശുക്രൻ്റെ രാശിയിലേക്കാണ് വരുന്ന ഇടവത്തിലേക്ക് വ്യാഴം. അപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നല്ല ജോലി ലഭിക്കുക. ജോലി ഇല്ലാത്തവർക്ക് പോലും പരിശ്രമിച്ചാൽ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, എതിർപ്പുകളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അവരവരുടെ കർമ്മം കൊണ്ട് ഉയരാനുള്ള യോഗം, അതുമൂലം ലഭിക്കുന്ന നല്ല ധനവരവ് ഒക്കെ ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരും. ഏഴരശനിയുടെ ഈ കാലഘട്ടത്തിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഏറ്റവും നല്ല മാറ്റം ഉണ്ടാകുന്ന നല്ല സമയമാണ്. പൊതുവേ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഈശ്വരാനുഗ്രഹമാണ് മകരം രാശിക്കാർക്കുള്ളത്. ആ ഇരുട്ടൊക്കെ വിട്ടുമാറി ഒന്ന് നല്ല തെളിച്ചം വരുന്ന ഒരു സമയം. ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനി ആണെങ്കിൽ പോലും ഈ വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ സഞ്ചാര കാലഘട്ടം നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ ജീവിതത്തിൽ നൽകും. നല്ല അനുയോജ്യമായ ഒരു വിവാഹ ജീവിതമൊക്കെ ലഭിക്കുന്ന സമയം. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ നിങ്ങൾ ഏത് ലഗ്നത്തിലാണ് ജനിച്ചത്, നിങ്ങൾക്ക് ആ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി വ്യാഴം ശുഭനാണോ പാപനാണോ എന്നറിയിക്കുക. അതുപോലെ തന്നെ അവരവരുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളൊന്നും മനസ്സിലാക്കുക. അങ്ങനെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ജാതകവശാലുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മകരം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകുന്ന ഒരു വ്യാഴമാറ്റമായിട്ട് മാറും. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് കേന്ദ്രഭാവമായ 4-ാം സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. പൊതുവേ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം അത്രമേൽ വലിയ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമല്ല. പക്ഷേ ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്ന വ്യാഴം മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വരുമ്പോൾ, ഇടവം എന്ന് പറയുന്ന ശുക്രൻ്റെ രാശിയാണ്. അതായത് കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് ശുക്രനാണ് നിങ്ങളുടെ സുഖസ്ഥാനത്തിൻ്റെയും കർമ്മസ്ഥാനത്തിൻ്റെയും അധിപതി. അങ്ങനെയുള്ള ശുക്രൻ്റെ രാശിയിലേക്ക് ഇടവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി, സർവാഭീഷ്ടം, സർവ്വ ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം. 4-ാം ഭാവം കേന്ദ്രസ്ഥാനമായിട്ട് കൂടെ വരുന്നത് കൊണ്ടും വ്യാഴം എപ്പോഴൊക്കെയാണോ ഒരു രാശിക്ക് കേന്ദ്രഭാവങ്ങളിൽ 4, 7, 10 ഈ ഭാവങ്ങളാണ് കേന്ദ്രഭാവങ്ങൾ. ഈ ഭാവങ്ങളിൽ വ്യാഴം വരുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് ആ രാശിക്കാർക്ക് പൂർണ്ണമായിട്ട് ശുഭഫലങ്ങൾ നൽകും. ഇവിടെ വ്യാഴം കേന്ദ്രഭാവമായ 4-ാം ഭാവത്തിലേക്ക് വരികയും ആ 4-ാം ഭാവം നിങ്ങൾക്ക് ഇടവം രാശി ശുക്രൻ്റെ രാശിയായിട്ടും കൂടെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ അനുഭവത്തിൽ നൽകുന്നത്. ഇനി എങ്ങനെയുള്ള ഗുണഫലങ്ങളാണ് കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് പൊതുവെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ അവരവരുടെ കർമ്മസംബന്ധമായിട്ടായിരിക്കും. അതായത് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനവരവ് അതുമൂലം ലഭിക്കുക, അത് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനമാറ്റം, പദവി ഉയർച്ചയൊക്കെ ലഭിക്കുക. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ അങ്ങനൊരു ഭാഗ്യം ലഭിക്കുക. കർമ്മസംബന്ധമായിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ, ജോലിയിൽ കർമ്മത്തിൽ നേരിട്ടിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. കാരണം കർമ്മം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക. നല്ല രീതിയിൽ കർമ്മം, ജോലി മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, കുടുംബത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാകും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നമുക്ക് സുഖമുണ്ടാകും, അത് മനസ്സിനും ഉണ്ടാകും, ശരീരത്തിനും ലഭിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടം, ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. സ്വന്തമായിട്ടൊരു തൊഴിൽ, ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തികളാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ലാഭം എന്നൊരു വാക്ക് കേൾക്കാത്തവരാണെങ്കിൽ ഈ ഒരു വർഷക്കാലം, ഈ ഒരു വ്യാഴമാറ്റം ആരംഭിച്ച് കഴിയുമ്പോൾ പതുക്കെ നിങ്ങളുടെ ആ തൊഴിലിൽ, ബിസിനസ്സിൽ നല്ല മാറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന കാലഘട്ടം.
പൊതുവെ കർമ്മസംബന്ധമായിട്ട് ജീവിതത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയവും ഒരു കാലവുമാണ് നിങ്ങളെ സംബന്ധിച്ച്. സുഖസ്ഥാനത്തിന്, അതായത് മാനസികമായിട്ട് സന്തോഷം, തൃപ്തി, സുഖം ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോയി നമ്മുടെ പരിശ്രമങ്ങൾക്ക് വിജയം ലഭിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സന്തോഷം, തൃപ്തി, ആത്മവിശ്വാസം, സമാധാനമൊക്കെ ലഭിക്കും. അങ്ങനൊരു സമയവും കൂടിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് 7.5 ശനി കാലഘട്ടത്തിലെ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജന്മശനി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം, കടബാധ്യതകൾ. ഈ ഒരു സമയത്ത് ഇതുപോലൊരു വ്യാഴമാറ്റം നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ശനിയുടെ ദോഷങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മോചനം നിങ്ങൾക്ക് നൽകി ഈ ഒരു വർഷക്കാലം നിങ്ങളെ നല്ല രീതിയിൽ ഒരു ഗുരു അറിവ് പറഞ്ഞ് നൽകി കൈപിടിച്ച് നടത്തുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ നയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകും എന്നുള്ളതാണ്. കടബാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നൊരു ധനവരവ് വന്നു ചേരും. കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഈ 7.5 ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട്, ദോഷങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. ആരോഗ്യപരമായിട്ട് ആശുപത്രിവാസങ്ങൾ, മറ്റു കാര്യങ്ങളായിട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് ശരീരത്തിലൊരു ആരോഗ്യം, ഉണർവ്, ഉന്മേഷം വന്നു ചേരും. മനസ്സിനൊരു സന്തോഷം, സുഖമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവും ഒരു സമയവുമാണ്. പ്രത്യേകിച്ച് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ അതൊക്കെ സാധിക്കുന്ന സമയം. കുടുംബത്തിലേക്ക് ഒരു മംഗളകാര്യങ്ങളോ ഒരു നന്മകളോ ഒക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിട്ടുമാറുക. ധനപരമായിട്ട് ഒന്ന് ഉയർന്ന് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു നല്ല സമയം. പ്രത്യേകിച്ചും കേന്ദ്രഭാവത്തിൽ ഇടവം രാശിയിലേക്ക് വ്യാഴം വരുന്ന സമയം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഒരു ഉന്നതി തീർച്ചയായിട്ടും വന്നു ചേരും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ സാധിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ പൂർണ്ണമാക്കാൻ സാധിക്കും. ഒരുപാട് വ്യക്തികളെ സംബന്ധിച്ച് ഒരു വീടിനൊരു ലോൺ എടുത്ത് ഒരു തറ കെട്ടി നിർത്തി ആളുകളുണ്ട്. ആ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നവർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പണം വന്നു ചേരുകയും ആ വീട് പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയമാണ് 2024 വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ സ്വന്തമായൊരു വീടെന്ന ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് ഒരു ഭൂമി വാങ്ങുക, അതുപോലെ വീട് പണി ആരംഭിക്കുക, ഗൃഹപ്രവേശം നടത്തുക, അതിനൊക്കെയുള്ള സമയമാണ്. എല്ലാ രീതിയിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു സുഖം, മനസ്സിനും ശരീരത്തിനും ഒരു സുഖം ലഭിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ നല്ല രീതിയിൽ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുക. കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം നൽകുന്നത് ചെയ്യുന്ന ജോലിയിൽ കൂടെ ഒരു ഉയർച്ച, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നല്ല നേട്ടം, ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതുപോലെ ഒരു സ്വന്തം വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ വിട്ടുമാറുക. അതുപോലെ വ്യാഴം 4-ാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. ഒരു നല്ല മംഗളകരമായിട്ടുള്ള വിവാഹം വന്നു ചേരും. കുംഭം രാശിക്കാർക്ക് ഈ ജന്മശനി കാലഘട്ടം ആയതുകൊണ്ട് പലർക്കും ഒരു വിവാഹ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് അതൊക്കെ ഒന്ന് വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്നൊരു സമയം. ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയവും ഒരു കാലവുമാണ്. ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് വരും. 7.5 ശനിയിലെ ജന്മശനി കാലഘട്ടത്തെ ദോഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിജീവിക്കാൻ അറിവ് പകർന്ന് ഐശ്വര്യം നൽകുന്ന ഒരു ഗ്രഹമാണ് നിങ്ങൾക്ക് വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം ഗുരുവാണ്, അപ്പോൾ അറിവ് നിങ്ങളിലേക്ക് നൽകും. അതുപോലെ വ്യാഴം ധനകാരകനായതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകൾ, പ്രശ്നങ്ങൾ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പരിഹരിക്കത്തക്ക തരത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ, ഒരു സാമ്പത്തിക അഭിവൃദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം നോക്കി നിങ്ങൾ ഏത് ലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നത്, വ്യാഴം നിങ്ങൾക്ക് ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ ജാതകവശാൽ ഇപ്പോൾ നടക്കുന്ന ദശ ഏതാണ്, ശുഭദശയാണോ പാപദശയാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ദോഷങ്ങൾ ജാതകവശാൽ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം നൽകും. ആദിപരാശക്തിയെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.